മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഇവിടെ കടന്നു വരുന്ന പുത്തൻ ചിന്താഗതികളെയും വിധേയ ആശയങ്ങളെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്. അന്നത്തെ ആർജവമുള്ള 40 ഉലമാക്കൾ കോഴിക്കോട് വലിയ പള്ളിയിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമസ്ത രൂപീകരിച്ചു. ഐക്യത്തോടെ നിൽക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് ഐക്യസംഘം കടന്നു വന്നുകൊണ്ട് അനൈക്യം സൃഷ്ടിച്ചപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിശ്വാസ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുവടിയാണ്, അതിന്റെ പ്രൊട്ടക്ഷനാണ്, അത് പറയുന്നത് നടപ്പിലാക്കാനാണ് അതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ SKSF രൂപീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നുമ്പോ ഏതെങ്കിലും വണ്ടിയിൽ കയറി ഇറങ്ങുമ്പോ ഞങ്ങളും വണ്ടിയിലുണ്ട്, ഞങ്ങൾ വർഗത്തിൽപ്പെടണമെന്ന രീതിയിൽ കൊണ്ടുപോകുന്നതല്ല സമസ്ത. മഹാനഗന്മാരായ ആലിഫുകൾ തുടക്കം കുറിച്ചതാണ്. മഹാനഗന്മാരായ ഔലിയാക്കളുടെ നിയന്ത്രണമുള്ളതാണ്. പൂർണ്ണ സൂക്ഷ്മതയുള്ള ഉലമാക്കളാണ് അതിന് നേതൃത്വം നൽകുന്നത്. പല വിഷയങ്ങളിലും പല വീക്ഷണങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും കടന്നുപോരും. സമസ്ത രൂപീകരിച്ചത് തന്നെ പ്രതിസന്ധിയിലാണ്. അത് കടന്നുപോയ എല്ലാ വഴികളും പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധികളിലൂടെ സമസ്ത കടന്നു പോകുമ്പോഴും ഈ സമുദായത്തെ പ്രതിസന്ധിയിലാക്കാതെ അതിന് പ്രൊട്ടക്ഷൻ നൽകാൻ സമസ്ത മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഇസ്ലാമിക വീക്ഷണങ്ങളിൽ വിശ്വാസ മൂല്യങ്ങളിൽ അനൈക്യം സൃഷ്ടിക്കുന്ന ശിഥിലീകരണം ഉണ്ടാക്കുന്ന ആരൊക്കെ എപ്പോഴൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ സമസ്ത ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് നിലനിർത്തിയിട്ടില്ലാതെ അതിൽ നിന്ന് സമസ്ത പിറകോട്ട് പോയിട്ടില്ല. അന്നും ഇന്നും എന്നും ബഹുമാനപ്പെട്ട സമസ്ത അതേ നിലപാടിൽ തന്നെ ഉണ്ടായിരിക്കും. ലോകത്തിന്റെ മുന്നിൽ ആദ്യമായി ഖാദിയാനി